നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചെറിയമ്മ, തെറ്റ് ചെയ്തവരെ ഭയപ്പെടുകയുള്ളൂ. അമ്മ തെറ്റ് ചെയ്തു, അതാ ഈ ഭയത്തിന് കാരണം. ഗായത്രി അമ്മയുടെ മരണത്തിന് പിന്നിൽ അമ്മയുടെ ഇടപെടലുണ്ട് എന്നതിനുള്ള തെളിവാ ഇപ്പോഴത്തെ അമ്മയുടെ ഈ പരിഭ്രമം. ആ സമ്മാനപ്പെട്ടിയിൽ എന്തോ രഹസ്യം ഉണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ചെറിയമ്മ. അത് ചെറിയമ്മയുടെ കയ്യിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നിടത്തോളം കാലം അമ്മ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയുള്ളൂ. രഹസ്യം പുറത്താവുന്നതുവരെ അങ്ങനെ തന്നെ നടക്കട്ടെ. ഗോപിയേട്ടന്റെ സ്കാനിംഗ് റിപ്പോർട്ടായിട്ട് ഡോക്ടർ വന്നിട്ടുണ്ട്. അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എല്ലാരും കൂട്ടം കൂടി ആ മുറിയിൽ നിൽക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. എല്ലാരും ആ മുറിക്ക് പുറത്തിറങ്ങി നിപ്പുണ്ട്. കുറച്ചു കഴിഞ്ഞ് നീ പോയി വിശാലിനോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ശരി ചെറിയമ്മ. ഡോക്ടർ, ഡോക്ടർ, എന്താ ഡോക്ടർ? ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. ഈ റിപ്പോർട്ടിൽ എന്താ ഉള്ളത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറയുന്നത് അനുസരിക്കുന്നവരോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഹോസ്പിറ്റലിൽ കിട്ടുന്ന അതേ കെയർ ഇവിടെ നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെ കിടത്താൻ ഞാൻ സമ്മതിച്ചത്. പേഷ്യന്റിന്റെ മനസ്സ് വിഷമിപ്പിക്കാതെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ. എന്താ ഡോക്ടർ, റിപ്പോർട്ടിൽ എന്താ ഉള്ളത്? ബ്രെയിനിൽ ലൈറ്റ് ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട്. പേഷ്യന്റിന് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു. അതൊക്കെ എങ്ങനെ സംഭവിച്ചു? ആദ്യത്തെ പ്രശ്നം, ആദ്യ ഭാര്യയായ ഗായത്രിയുടെ മരണം. അതൊരു കൊലപാതകമായിരുന്നു. മീറ്റിംഗിനായി പോയ ഗായത്രിക്ക് അവര് ചായയും കാപ്പിയും ഒക്കെ ചൂടോടെ കുടിക്കുന്ന ഫ്ലാസ്കിൽ ഞാൻ വിഷം ചേർത്തിരുന്നു. അന്ന് വിശാലിനൊരു ആക്സിഡന്റ് സംഭവിച്ചില്ലേ? ആ കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിട്ടത് അവനായിരുന്നു കേട്ടോ, നമ്മുടെ പ്രതാപൻ. പേഷ്യന്റിനെ വിഷമിപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്ന എന്തെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? പേഷ്യന്റിന് വലിയ രീതിയിലുള്ള മാനസിക ആഘാതം സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.